നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം ഭാരതത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ചാണ്. അപ്പോൾ ഭരണഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു പാവപ്പെട്ടവന് ഇത് തൻ്റെ നാടാണെന്നും താനും കൂടി ഉൾപ്പെട്ടതാണ് ഈ ഭരണഘടനയെന്നും തോന്നുന്ന വിധമായിരിക്കണം ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ഇദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത് 1930 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം ലണ്ടനിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മാധ്യമ പ്രവർത്തകനോടാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്. അങ്ങനെ 1949 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമാണ് ഇതാദ്യമായി ഇറക്കിയത്. അതിനുശേഷം 1950 ജനുവരിയിലാണ് പിന്നീട് ഇത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഭരണഘടന നമ്മുടെ രാഷ്ട്രപതിക്കും അതുകൂടാതെ ഈ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ഇഷ്ടമുള്ള ഒരു ഭരണഘടന തന്നെയാണ്. അതുകൂടാതെ നമ്മുടെ നാട്ടിലെ ഭരണഘടനയാണ് ഏറ്റവും നല്ല ഭരണഘടനയായി കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു പൗരന് ഈ ഭരണഘടന എല്ലാം മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ആണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടന 3 ആക്കിയാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ജനാധിപത്യം, പിന്നൊന്നാണ് സോഷ്യലിസം, പിന്നത്തെയാണ് മതേതരത്വം. നമ്മൾ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ ജനാധിപത്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും ഇവിടെ ഒരുപോലെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം. അപ്പോൾ ജനാധിപത്യം എന്ന വാക്ക് ഉണ്ടായത് തന്നെ ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ജനങ്ങളെ ഭരിക്കുന്നത് ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പണ്ടത്തെ ജനാധിപത്യ രീതി തന്നെയാണ് ഇപ്പോഴും മുമ്പോട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആർക്കും ഇവിടെ ഒരു മുൻഗണനയുമില്ല. അതായത് ജനങ്ങളെ ഭരിക്കുന്നവർക്കും ഇവിടെ ഒരു മുൻഗണനയില്ല. അവരും സാധാരണ ജനങ്ങളെ പോലെ തന്നെയാണ് കണക്കാക്കേണ്ടത് എന്നാണ് ഇവിടുത്തെ അടിസ്ഥാനമായ ഘടകമായി കണക്കാക്കുന്നത്. പിന്നീടുള്ളതാണ് സോഷ്യലിസം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് എന്ന് വെച്ചാൽ പാവപ്പെട്ടവനും ദരിദ്രനും ഇവിടെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് ഈ സോഷ്യലിസം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ധനികന് പണം കൂട്ടാൻ പറ്റുന്ന ഒരു ലെവൽ വെക്കുകയും അത് താഴെ മാത്രം പണമാക്കാൻ പറ്റുക എന്നുള്ള രീതിയാക്കുകയും പിന്നെ ദരിദ്രന് ധാരാളം സഹായങ്ങൾ ചെയ്യുകയും എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടന എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കണക്കാക്കുന്നത് പണക്കാരനും ദരിദ്രനും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ദരിദ്രന് കൂടുതൽ കിട്ടുകയും പണക്കാരന് കുറച്ച് കിട്ടുകയും ചെയ്യും. പിന്നീട് ഇത് നടപ്പാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇത് കൂടുതലായി നടപ്പാക്കാനുണ്ടെങ്കിലും ഇത് നടപ്പാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹിംസയിലൂടെ ആണെന്നും നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ മൂന്നാമതായാണ് മതേതരത്വം. അതായത് എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്നുള്ള കാഴ്ചപ്പാടാണ് ഈ മതേതരത്വത്തിനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യ എടുത്തു നോക്കുകയാണെങ്കിൽ ധാരാളം മതങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാ മതങ്ങൾക്കും സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.